കനത്ത മഴയാണ് കേരള തീരത്ത് ലഭിക്കുന്നത്. ലെനിന ഐഒഡി പ്രതിഭാസങ്ങൾ കൂടിയെത്തിയാൽ മൺസൂൺ കാലത്ത് സംസ്ഥാനത്ത് കനത്ത ജാഗ്രത പുലർത്തേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. മൺസൂൺ എത്തും മുമ്പ് തന്നെ കനത്ത മഴയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. ദീർഘകാല ശരാശരിയുടെ 6% വരെ അധികം മഴ ലഭിക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കാലവർഷത്തിനൊപ്പം കനത്ത മഴ നൽകുന്ന 2 പ്രതിഭാസങ്ങൾ കൂടി ഇത്തവണ പ്രതീക്ഷിക്കാം. ലാനിന, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പ്രതിഭാസങ്ങൾ ഒരുമിച്ചെത്തുന്നത് അപ്രതീക്ഷിത കാലാവസ്ഥയ്ക്കുള്ള ഘടകങ്ങളാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ കരുതുന്നു. ഈ പ്രീ മൺസൂൺ മഴ ഇത്ര കൂടി നിൽക്കുന്ന അവസരത്തിൽ ജൂണിലും കൂടുതൽ ശരാശരിയിൽ കൂടുതൽ മഴ പ്രവചിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് അടുത്ത 1-2 മാസങ്ങൾ. പ്രത്യേകിച്ചും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനത്തിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ലാനിന കണ്ടീഷൻ പ്രവചിക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ ലഭിച്ചാൽ അത് മേഘവിസ്ഫോടനമാകും. കൊച്ചിയിൽ ഇന്നലെ 1 മണിക്കൂറിനിടെ പെയ്തത് 103 സെന്റിമീറ്റർ മഴ. 14 കിലോമീറ്റർ മുകളിലെത്തിയ മഴമേഘങ്ങളാണ് കൊച്ചിയിലെ മേഘവിസ്ഫോടനത്തിന് കാരണം. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഈ മഴമേഘങ്ങളെ കൊച്ചി തീരത്തെത്തിച്ചു. അപ്രതീക്ഷിതമായ ഇത്തരം മേഘവിസ്ഫോടനങ്ങൾ ഇനിയും കരുതിയിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ മൺസൂൺ കാലത്തിൽ മാറ്റമുണ്ടായെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ അസാധാരണമായ മേഘവിസ്ഫോടനം ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.